നന്ദിനിയുടെ ഒരു കാര്യം അതൊക്കെ മാറിയിട്ടില്ല ഇതുവരെ, കൊച്ചു പിള്ളേരെ പോലെ. ഹലോ 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 മിസ്റ്റർ മാത്യൂസ്. അതെ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓഫീസിലെത്തും. ആ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. നന്ദിനി, നന്ദിനി, നന്ദിനി. നന്ദിനി, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോ എന്താ പുറത്തിരിക്കുന്നത്? നന്ദിനി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ആ ഫോട്ടോ ആരാ അവിടെ കൊണ്ടുവച്ചെന്ന്? ആരാ അത് കീറിയെന്ന് ഞാൻ ചോദിച്ചേ? ആ ഇരിക്കുന്ന ഫോട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞേ. നന്ദിനി, താൻ എന്തോന്നും മിണ്ടായിരിക്കുന്നത്? ആ ഫോട്ടോയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പറ. ആരാ അതവിടെ കൊണ്ടുവച്ചെന്ന് പറ. നന്ദിനി, താൻ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എടോ, താൻ എന്തേ കാണിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ സാർ. തനിക്കത് അറിഞ്ഞുകൂടാ അല്ലേ? പിന്നെ ഇവിടെ ആർക്കാ അത് അറിയാവുന്നെന്ന് ഞാൻ ചോദിച്ചോളാം കേട്ടാ. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താടാ? ഇവിടെ ഉള്ളവരെ മുഴുവൻ ഒന്ന് വിളിക്കേ. എനിക്ക് എല്ലാവരും ഒന്ന് കാണണം. വിളിക്കച്ചാ. പത്മ, പത്മ, എല്ലാരും ഒന്ന് ഇറങ്ങി വന്നേ. അച്ഛാ, ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നിരുന്നോ? അത് ഇപ്പോ നടന്നത് എന്താണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. നടത്തിയത് ആരാണെന്നും അച്ഛനറിയാം. അച്ഛനിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി നല്ല നിലപാടുകളാ. അല്പം കൂടി നീതി കാണിക്കണം, നീതി. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. വാ വാ. ആ, എല്ലാവരോടും കൂടി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ചുവരിൽ എന്റെയും നന്ദിനിയുടെയും ഒരു ഫോട്ടോ വെച്ചിരുന്നു. ഇപ്പോ അത് ആ ചുമരിലില്ല. അതിനെന്തു പറ്റി? സംഭവിച്ചത് എന്താണെന്ന് നേരെ ചൊവ്വേ പറഞ്ഞാൽ ഒരു ബഹളം നമുക്ക് ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഈ നിൽക്കുന്നവരെ ഓരോരുത്തരെയായിട്ട് എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഇവൻ ആരാ ഈ ഭീഷണിപ്പെടുത്തുന്നത്?
ചുമരിൽ ഫോട്ടോ വെച്ചാ ചിലപ്പോ വീഴും, ചിലപ്പോ പൊട്ടും. അങ്ങനെ ഡാമേജ് ആയതിനെ അങ്ങോട്ട് മാറ്റി വെക്കും. അതിനെന്താ ഇത്ര പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. ആ ഫോട്ടോ അവിടെ വെച്ച അന്ന് മുതല് അത് ഡാമേജ് ആക്കണമെന്ന് തീരുമാനിച്ച ചിലരുണ്ട് ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിനിടയിൽ ഇറിറ്റേഷനോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയുടെ മിടുക്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള മിടുക്ക് ഞാൻ സമ്മതിക്കും. പക്ഷേ അത് ചെയ്തു എന്ന് ചങ്കൂറ്റത്തോടെ പറയാനുള്ള കഴിവ് കാണിക്കണം. ഡാടാ, ഞാനാണ് അത് ചെയ്തുവെങ്കിൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരിക്കും. നിന്നെ എന്തിനാടാ ഞാൻ പേടിക്കുന്നത്? പിന്നെ അത് അവിടുത്തെ ചുവരിൽ നിന്ന് പോയിന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഐശ്വര്യമുള്ള കുടുംബത്തിൽ നിന്നും അന്തസ്സില്ലാത്ത ഒരു കാര്യം അങ്ങോട്ട് വീണു ഉടഞ്ഞുപോയി.